ലീഗൽ പ്രസത്തിലേക്ക് സ്വാഗതം. കുളം നികത്താൻ പറ്റുമോ? കുളം നികത്താൻ പറ്റുന്ന സാഹചര്യങ്ങളുമുണ്ട്, നികത്താൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ട്. അവ ഏതെല്ലാമാണെന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. ദിസ് ഈസ് ലീഗൽ പ്രസം, ലോമേ DC. നമുക്കൊരു സ്ഥലമുണ്ട്. അതിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു കുളമുണ്ട്. പണ്ടുകാലത്തൊക്കെ ആളുകൾ കൃഷിക്കും കന്നുകാലികളെ കുളിപ്പിക്കുന്നതിനും ഈ കുളത്തിൽ നിന്നാണ് വെള്ളം കോരിയിരുന്നത്. ഇപ്പോൾ അവിടെ കൃഷിയുമില്ല, കന്നുകാലി വളർത്തലുമില്ല. കുളം അങ്ങനെ കാടുകയറി കിടക്കുകയാണ്. ഇവിടെ മണ്ണിട്ട് നികത്തി കെട്ടിടം കെട്ടാൻ പറ്റുമോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. പറ്റുമെന്നാണ് ഉത്തരം. അതിനായി പെർമിഷൻ വാങ്ങണമെന്ന് മാത്രം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് പ്രകാരമാണ് പെർമിഷൻ ആവശ്യമായി വരുന്നത്. ഈ നിയമത്തിലാണ് വെറ്റ്ലാൻഡുകൾ കൺവേർഷൻ നടത്തുന്നതിനെ കുറിച്ച് പറയുന്നത്. ഈ നിയമം വരുന്നത് 12/8/2008 അതിനു മുൻപ് കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ എന്ന് പറയുന്ന ഒരു നിയമവ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത്. 2008 നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം പഞ്ചായത്ത് ഒരു ഡേറ്റാ ബാങ്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മൾ നികത്താൻ ഉദ്ദേശിക്കുന്ന കുളം ആ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്നില്ലെങ്കിൽ, ശ്രദ്ധിക്കുക, ഉൾപ്പെട്ടിരിക്കുന്നില്ലെങ്കിൽ അത് നികത്തുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല. എന്നാൽ അത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെന്നിരിക്കട്ടെ, എങ്കിൽ അത് നികത്തുന്നത് ഗുരുതരമായ കുറ്റമായി മാറും. അപ്പോൾ നമ്മൾ പരിശോധിച്ചിരിക്കേണ്ട രേഖ എന്ന് പറയുന്നത് ഡേറ്റാ ബാങ്കാണ്. 2008 നിയമത്തിൽ വെറ്റ്ലാൻഡുകൾ പരിവർത്തനം ചെയ്യുന്നതിൽ കംപ്ലീറ്റ് പ്രൊഹിബിഷനാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നുവെച്ചാൽ ഭൂമി ഉള്ളിടത്തോളം കാലം ആ സ്ഥലം വെറ്റ്ലാൻഡായി തന്നെ തുടരണമെന്ന്. അതിനാണ് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തുന്നത്. ഒരു കുളം വെറ്റ്ലാൻഡിൽ ഉൾപ്പെടുത്തി പ്രൊട്ടക്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പഞ്ചായത്ത് സമിതിയാണ്. ഒരു കുളം ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിയതാണെങ്കിൽ ആ കുളം പരിവർത്തനപ്പെടുത്തുന്നത് ക്രിമിനൽ കുറ്റമാണ്. 3 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യം, 2 ലക്ഷം പിഴയുമുണ്ട്. കൂടാതെ ആ കുളം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് പരിപോഷിപ്പിക്കുന്നതിനുള്ള തുകയും നമ്മൾ തന്നെ ചെലവാക്കണം. ചെലവാക്കിയില്ലെങ്കിൽ അത് നമ്മുടെ വസ്തുവകകളിൽ നിന്നും ജപ്തി ചെയ്ത് ഈടാക്കും. ഇതൊരു ഗുലുമാലാണല്ലോ. നമ്മുടെ പുരയിടത്തിൽ നമ്മൾ തന്നെ വെട്ടിയ ഒരു കുളം, മീൻ വളർത്തുന്നതിനും പച്ചക്കറികൾക്ക് വെള്ളം നനയ്ക്കുന്നതിനും മറ്റുമായി വെട്ടിയ കുളം, പിന്നീട് നികത്തുമ്പോൾ ഇതുപോലെ പെർമിഷൻ വേണോ? വേണ്ട എന്നാണ് ഉത്തരം. അവിടെ കുളം നമ്മൾ തന്നെ ആർട്ടിഫിഷ്യലായി വെട്ടിയുണ്ടാക്കിയതാണ്. നാച്ചുറൽ കുളങ്ങൾക്ക് മാത്രമാണ് വെറ്റ്ലാൻഡ് പദവി ഉള്ളത്. നാച്ചുറലായി ഉണ്ടായ കുളങ്ങളാണ് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തി പരിപാലിക്കേണ്ടത്. അല്ലെങ്കിൽ വളരെ വർഷങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കുളമാണെങ്കിലും നികത്തുന്നതിന് പ്രയാസമുണ്ട്. അതിനെ ഒരു ജലസ്രോതസ്സായാണ് കാണുന്നതെങ്കിൽ നികത്താൻ കഴിയില്ല. ഒരു പ്രദേശത്തെ നെൽകൃഷിക്ക് മൊത്തത്തിൽ വെള്ളമെത്തിക്കുന്ന ഒരു കുളം ആ പ്രദേശത്തുണ്ടെങ്കിൽ അതിനെ നെൽവയൽ എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുക. അതിനെ നെൽവയൽ പരിവർത്തനപ്പെടുത്തുന്നത് പോലെ മാത്രമേ പരിവർത്തനപ്പെടുത്താൻ കഴിയൂ. അതുപോലെ നെൽകൃഷിക്ക് വേണ്ടിയല്ല, മറ്റു കൃഷികൾക്കായി ഒരു കുളം നിർമ്മിച്ചിരിക്കുന്നു. അത് പരിവർത്തനപ്പെടുത്തുന്നതിന് തടസ്സമില്ല. ചില സീസണിൽ മാത്രം വെള്ളക്കെട്ടുണ്ടാകുകയും മറ്റു സമയത്തെല്ലാം വരണ്ടു കിടക്കുകയും ചെയ്യുന്ന കുളങ്ങളൊന്നും വെറ്റ്ലാൻഡായി കണക്കാക്കാൻ കഴിയില്ല എന്ന് ജെയിംസ് ആന്റണി അലോഷ്യസ് കേസിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് നെൽകൃഷിയുടെ ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നതും പിന്നീട് ഉപയോഗശൂന്യമായി പോയതുമായ കുളങ്ങൾ പരിവർത്തനപ്പെടുത്താവുന്നതാണ്. മൺസൂൺ കാലത്ത് മാത്രമായി വാട്ടർ ലോഗിംഗ് വരുന്ന സ്ഥലമൊന്നും വെറ്റ്ലാൻഡായി കണക്കാക്കാനാകില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഒരു കുളം ഒരു പാഡി ലാൻഡിനോട് ചേർന്നുണ്ടെങ്കിൽ അത് പാഡി ലാൻഡായി കണക്കാക്കും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ കണക്കാക്കണമെങ്കിൽ ആ പ്രദേശം പാഡി ലാൻഡ് എന്ന നിർവചനത്തിൽ വരുന്നതാകണം. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്യുന്നതും, അല്ലെങ്കിൽ നെൽകൃഷി ചെയ്യാൻ അനുയോജ്യമായതും, എന്നാൽ ലെഫ്റ്റ് ഫാലോ മീൻസ് കൃഷി ചെയ്യാതെ തരിശിട്ടിരിക്കുന്നതുമായ ഭൂമിക്കാണ് നെൽവയൽ അല്ലെങ്കിൽ പാഡി ലാൻഡ് എന്ന് പറയുന്നത്. ഇപ്രകാരം കൃഷി ചെയ്യുന്നതോ കൃഷിക്ക് ഉപയുക്തമായതോ ആയ ഒരു നെൽവയലിന് സമീപത്തുള്ള ഒരു കുളത്തിന് മാത്രമേ നെൽവയൽ എന്ന സ്റ്റാറ്റസ് കൈവരൂ. ഇത്രയും പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ വെട്ടിയുണ്ടാക്കിയ ഒരു കുളം നമ്മുടെ സ്ഥലത്തുണ്ടെങ്കിൽ അത് നമുക്ക് നികത്തുന്നതിന് വലിയ നിയമ തടസ്സമൊന്നും ഇല്ല. എന്നാൽ നമ്മൾ നികത്താൻ ഉദ്ദേശിക്കുന്ന കുളം നമ്മുടെ സ്ഥലത്തല്ല, സർക്കാർ സ്ഥലത്താണ്. അപ്പോൾ അത് നികത്തുന്നതിന് സർക്കാരിന് മാത്രമേ അവകാശമുണ്ടായിരിക്കൂ. സർക്കാർ ഭൂമിയിൽ പ്രവേശിച്ച് നമ്മൾ കുളം നികത്തുകയാണെങ്കിൽ ഭൂസംരക്ഷണ നിയമപ്രകാരമുള്ള ക്രിമിനൽ കേസും പൊല്ലാപ്പുമൊക്കെ വരും. അപ്പോൾ പഞ്ചായത്ത് തോടിനോട് ചേർന്നുള്ള കുളം നികത്താമോ എന്ന് ചോദിച്ചാൽ അനുമതി വാങ്ങി ചെയ്യാം. തഹസിൽദാരിൽ നിന്നും അനുമതി വാങ്ങി ചെയ്യേണ്ടതായി വരും. ഇത് വില്ലേജ് ജനകീയ സമിതിയാണ് മോണിറ്റർ ചെയ്യുന്നത്. ഇനി ഒരു കുളം നാച്ചുറലായി ഉള്ളതാണ്.
അതിലെ വെള്ളം നാച്ചുറലായി ഒഴുകുകയാണെങ്കിൽ അത് തടയാൻ പാടില്ലാത്തതാണ്. ആ വെള്ളം ഒഴുകുന്ന ഭൂമിയുടെ താഴെ പ്രദേശത്തുള്ളവർക്ക് ആ നാച്ചുറൽ വാട്ടർ ഒഴുകുന്നതിനുള്ള ഒരു ചാനൽ നിലനിർത്തുന്നതിനുള്ള ബാധ്യതയുണ്ട്. അത് മതിൽ കെട്ടി ബ്ലോക്ക് ചെയ്യാനാകില്ല. ആ ചാനലിലെ വെള്ളം റൈപ്പേറിയന്മാർക്കെല്ലാം ഉപയോഗിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. റൈപ്പേറിയൻ എന്ന് പറഞ്ഞാൽ ആ തോടിന്റെ സമീപത്തുള്ള വസ്തു ഉടമകൾ. അവർക്ക് അതിലൊരു സൗകര്യ അവകാശം കൈവരുന്നുണ്ട്. അതുപോലെ ഡോക്ട്രിൻ ഓഫ് ലോസ്റ്റ് ഗ്രാൻഡ് എന്ന് വെച്ചാൽ ഒരു സൗകര്യ അവകാശം ഗ്രാൻഡായി കിട്ടി, വളരെ വർഷങ്ങളായി അനുഭവിച്ചു വരുന്നുണ്ട്. പക്ഷേ അതിന് തെളിവായി പ്രമാണമൊന്നുമില്ല. അതിനെയാണ് ലോസ്റ്റ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. ഒരു അവകാശം വളരെ വർഷങ്ങളായി യാതൊരു തടസ്സവും കൂടാതെ അനുഭവിച്ച് വരികയായിരുന്നു. അതിന് പ്രമാണമില്ല. അവിടെ നിയമം ഒരു പ്രിസംഷൻ എടുക്കും. അത് പ്രമാണം വഴി നൽകിയ ഒരു ഗ്രാൻഡ് ആണെന്നും ആ പ്രമാണം നഷ്ടപ്പെട്ടു പോയതാണെന്നും അവിടെയും കുളം നികത്തുന്നതിന് തടസ്സം നേരിടാം. എന്നാൽ തർക്കം പറയാൻ ആളുണ്ടെങ്കിൽ മാത്രമേ നികത്താൻ കഴിയാതെ വരൂ. ഇനി ആർട്ടിഫിഷ്യലായി വെട്ടിയ കുളമാണെന്നിരിക്കട്ടെ. അവിടെ ആ കുളത്തിലെ വെള്ളം ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കരാർ നിയമം വെച്ചായിരിക്കും കണക്കാക്കുക. വെള്ളം ഉപയോഗിക്കുന്നതിന് പരസ്പരം സമ്മതിച്ച് ഒരു കരാർ എഴുതണം. അതിലെ വ്യവസ്ഥകൾ പ്രകാരം വെള്ളമെടുക്കാം. അങ്ങനെ കരാർ എഴുതാതെ വർഷങ്ങളോളം നമ്മുടെ കുളത്തിൽ നിന്നും മറ്റൊരാൾ വെള്ളം ഉപയോഗിച്ചു വരികയാണെങ്കിൽ അത് ഈസ്മെന്റ് അവകാശമായി തീരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈസ്മെന്റ് അവകാശം വന്നുപോയാൽ പിന്നെ ആ കുളം നികത്താൻ പ്രയാസമാകും. ഈ ഈസ്മെന്റ് അവകാശമുള്ളയാളുടെ സമ്മതമുണ്ടെങ്കിലേ നമ്മുടെ കുളം നികത്താൻ കഴിയൂ. ഇതൊരു മാമൂൽ അവകാശമെന്നാണ് നിയമം പറയുന്നത്. എന്താണ് മാമൂൽ? മാമൂൽ എന്ന അറബിക് വാക്കിന്റെ മീനിങ് കസ്റ്റമറി എന്നാണ്. ഒരു ഔദാര്യമായി തുടങ്ങി അവകാശമായി തീർന്ന അവകാശമാണ് മാമൂൽ റൈറ്റ്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു പ്രതിഭാസമാണ് അടുത്ത പുരയിടത്തിൽ കിണർ വെട്ടുമ്പോൾ നമ്മുടെ കിണറിലെ വെള്ളം തീർന്നു പോകുന്ന അവസ്ഥ. ഭൂമിക്കടിയിലുള്ള വെള്ളമൊഴുക്ക് മറ്റൊരു ദിശയിലേക്ക് മാറിപ്പോയതുകൊണ്ടാണ് നമ്മുടെ കിണറിലെ വെള്ളം കുറഞ്ഞു പോയത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും അവകാശം ഉന്നയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഇത് പറയുന്നത് പ്രസിദ്ധമായ 2 ഇംഗ്ലീഷ് കേസുകളെ അടിസ്ഥാനമാക്കിയാണ്. ആക്ടൽ കുണ്ടൻ കേസും ചേസ്മോർ റിച്ചാർഡ്സ് കേസും. ഭൂമിക്കടിയിലെ വെള്ളത്തിന്മേൽ ഭൂമിയുടെ ഉടമയ്ക്ക് ഈസ്മെന്റ് അവകാശം കൈവരില്ല എന്നാണ് അവിടെ തീർച്ചപ്പെടുത്തിയത്. ഭൂമിയുടെ ഉപരിതലത്തിൽ മാത്രമേ മാമൂൽ അവകാശം കൈവരൂ. ഇപ്പോൾ നമ്മൾ കുളം കുഴിക്കുന്നതുവരെ എത്തിയിരിക്കുകയാണ്. കുളം കുഴിക്കണമെങ്കിൽ എന്തെല്ലാം നിയമങ്ങൾ ശ്രദ്ധിക്കണം? പഞ്ചായത്ത് നിയമം പറയുന്നത് 1.5 മീറ്ററിലധികം ആഴം വരുന്ന കുളമോ കുഴിയോ കിണറോ വെട്ടണമെങ്കിൽ പഞ്ചായത്ത് പെർമിറ്റ് വേണം എന്നാണ്. അതുപോലെ നമ്മുടെ കൈവശമുള്ള ഭൂമിയിലെ മണ്ണിനുമേൽ സർക്കാരിന് കുത്തക അവകാശമുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ മണ്ണ് വെട്ടുന്നതിന് സർക്കാരിൻ്റെ അനുമതി കൂടി വേണം. അനുമതി വാങ്ങേണ്ടത് ജില്ലാ ജിയോളജിസ്റ്റിൽ നിന്നാണ്. മണ്ണ് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ റോയൽറ്റി അടച്ച് പാസ് കൂടി വാങ്ങണം. വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞു വന്നതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. മഴ സമയത്തെ വെള്ളം എങ്ങനെ കൈകാര്യം ചെയ്യണം? മഴവെള്ളം അടുത്ത വീട്ടിലേക്ക് ഒഴുക്കിവിടാമോ? കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വെള്ളം അടുത്ത വീട്ടിലേക്ക് ചാടിക്കാമോ എന്നൊക്കെ ചോദിച്ചാൽ 1896 ബാലാബിൻ കേശവ് ഭാവെ എന്ന കേസിൽ തന്നെ ഇതിനുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ഥലത്ത് പതിക്കുന്ന മഴവെള്ളം സംസ്കരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ തന്നെ സ്വീകരിക്കണം. മഴവെള്ള കൊയ്ത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാതെ പഞ്ചായത്തിൽ നിന്നും വീടിനുള്ള പെർമിഷൻ ലഭിക്കില്ല എന്ന് നമുക്കറിയാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വേസ്റ്റ് വാട്ടർ ഒഴുക്കിവിടുന്നതിനുള്ള നിയമം കൂടാതെ നെൽവയൽ നിയമത്തിലെ ജലപോഷണ പ്രവർത്തനങ്ങൾ ഒക്കെ പറയാനുണ്ട്. അതെല്ലാം വരും വീഡിയോകളിൽ പറയാം. ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുമല്ലോ. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡ് ഈസി.